കാരണം ഫുൾ ഹൈ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹൈ, നമ്മളൊരു എന്തോ സ്റ്റഫ് അടിച്ച് കാണുന്ന പോലത്തെ പടമാണ്. മമ്മൂട്ടി പറ്റൊന്നും പറയല്ലേട്ടാ, സൗണ്ട് പോയി കിടക്കുക. നെഗറ്റീവേ പറയാനുള്ളൂ. മമ്മൂക്കയെ കൊണ്ടുവന്ന പടം മമ്മൂട്ടെ കൊണ്ടുപോകും. മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ട ഒരു സാധനമായിരുന്നു, ഒരു അടാറ് സാധനം മമ്മൂക്ക കാണിച്ചപ്പോൾ. സിനിമയിലെ മഹാനടനാണ് മമ്മൂക്ക. അദ്ദേഹത്തിനൊന്നും ഈ ഒരു സിനിമയിൽ ഗസ്റ്റ് റോളായിട്ട് വരേണ്ട ഒരു കാര്യമില്ലെന്ന് തന്നെയാണ് വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണ്. കൊച്ചി സ്റ്റൈൽ പടം മമ്മൂട്ടിയെ പക്ഷെ മമ്മൂട്ടിയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാര്യം പുള്ളിയെ കൊണ്ടുവരുന്ന പുള്ളി പടം കൊണ്ടുപോകില്ലേ. ആദ്യം എല്ലാം ഏകദേശം 1.25 മണിക്കൂർ പിള്ളേരെ പടം വരും. പക്ഷെ 15 മിനിറ്റ് ഫുൾ അങ്ങേര് കൊണ്ടുപോകും. അങ്ങേരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ക നെഗറ്റീവായിരുന്നു. പടത്തിന് നെഗറ്റീവേ പറയാനുള്ളൂ. മമ്മൂക്കയെ കൊണ്ടുവന്ന പടം മമ്മൂട്ടെ കൊണ്ടുപോകും. വേറെ സംസാരിക്കുകയൊന്നുമില്ല. മമ്മൂക്ക കാണിച്ചപ്പോൾ ഒരു എനർജി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അർജുൻ അശോകൻ്റെ നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ വെട്രി എന്നുള്ള ഒരു ക്യാരക്ടർ ചെയ്ത പുള്ളി അടിപൊളിയായിരുന്നു. സ്റ്റണ്ടൊക്കെ എല്ലാം കിടിലായിരുന്നു. കൊള്ളാം. എന്തായാലും ഇപ്പോഴുള്ള ഒരു യൂത്ത് തലമുറകൾക്കൊക്കെ ഈ പടം എന്തായാലും നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. ഫുൾ ഓൺ ഹൈ പടം വെച്ചാൽ ഫുൾ ഓൺ ഹൈ പടം. ഒരു ലാഗ് എന്നൊരു സംഭവമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ടുള്ള പടമാണ്. എസ്പെഷ്യലി ആ ക്യാമിയോ വന്ന സീനൊക്കെ എൻ്റെ മോനെ ഇൻ്റർവെല്ല് കിടിലായിട്ട് ഡെബ്യൂട്ടിൻ്റെ എടുത്ത പടമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫുൾ ഹൈ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹൈ, നമ്മളൊരു എന്തോ സ്റ്റഫ് അടിച്ച് കാണുന്ന പോലത്തെ പടമാണ്. അത്രയ്ക്ക് ഹൈ പടം. തല്ലുമാല വെറും മോശം, അതിനെക്കാട്ടി നല്ല ഒരു മൂവിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. തല്ലുമാല വെറും മോശം ഞാൻ കണ്ട്, അത് ഓവർ ആക്ടിങ് ആയി പോയത്. പക്ഷേ ഇത് കിടിലം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതല്ലേ പറഞ്ഞു, ഒരു 15 വയസ്സായതും 25 വയസ്സായുള്ള തലമുറകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഈ പടം ഇഷ്ടപ്പെടും. അവർ തന്നെ ഏറ്റവും കൂടുതൽ ഈ പടം കയറി കാണും. കാര്യം മമ്മൂക്ക വേറെ കാര്യം. കാരണം ഇത്രയും യൂത്ത് തലമുറകളോടെയൊക്കെ മമ്മൂക്ക കയറി നിന്ന് അഴിഞ്ഞാറണമെന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയാ, ഇത്രയും പ്രായമൊന്നും പറയാൻ പറ്റൂല. തല്ലുമാല ടൈപ്പ് അല്ല, എന്നാലും അത്യാവശ്യം കൊള്ളാം. ഫൈറ്റ് സീനൊക്കെ മമ്മൂക്ക കുഴപ്പമില്ല. കുഴപ്പമില്ല. തിയേറ്റർ വാച്ച്, ഓൺ ടൈം വാച്ച് ചെയ്യണം. കോമഡി കുറവ് ബ്രോ. നമ്മൾ ഈ WWE കാണുന്ന ഒരു ഫീലൊക്കെ ഉണ്ട് ഫൈറ്റ് സീൻസിലായാലും ഇതൊക്കെ. പക്ഷെ ഉണ്ട് ഫൈറ്റ് സീനൊക്കെ അടിപൊളി. എന്നെ കാട്ടി കിട്ടി. നല്ല പടം, ഹാപ്പിയാണ്. ക്ലൈമാക്സിൽ സൗണ്ടൊക്കെ പോയി. വാൾട്ടർ ഒരു രസമില്ല കേട്ടോ, വിഷയം പടം. അടിന്ന് വെച്ചാൽ അടിയാണ്. ക്ലൈമാക്സ് സൗണ്ട് പോയി ഗൈസ്, പറയാൻ വയ്യ. കിടിലം പടം, ഒരു രസമില്ല കേട്ടോ. വാൾട്ടർ ക്ലൈമാക്സ് വന്ന് പടം തൂക്കിയത്. ആക്ഷൻ ക്ലൈമാക്സ് മൊത്തം അടിയാണ്. ഇത് മറ്റേ നമ്മുടെ WWE ഇല്ലേ പണ്ട് കാണുന്നത്, ആ സെയിം സാധനം. നൊസ്റ്റാൾജിയ ഉള്ളവർക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. കോമഡി അത്യാവശ്യം കുറവാണ്, പക്ഷെ കൂടുതൽ ആക്ഷനാണ്. ഇന്റർവെല്ലിന്റെ സമയത്ത് ക്ലൈമാക്സ് പൊളിച്ചിട്ടുണ്ട്. ശരി എന്നാ. റെഡി എന്ന് പറയുന്ന സാധനമില്ല. മമ്മൂക്ക അവസാനമാണുള്ളത്, പക്ഷെ ബാക്കി എല്ലാവരും പടത്തിൽ സൂപ്പറാണ്. ഡയറക്ഷൻ ഒരു രക്ഷയില്ല. പുള്ളിയുടെ പേരെനിക്ക് വലിയ വ്യക്തമല്ല. ഒരു കിടിലം പടം. കിടിലം എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു 2.25 മണിക്കൂർ ഒരു ആവറേജ് ആണ്. കാരണം മമ്മൂട്ടിക്ക് ഈ റോൾ ആവശ്യമേ അല്ല. ചത്ത പച്ചയല്ല, ഇതൊരുമാതിരി ചത്ത പച്ച എന്ന് പറഞ്ഞ അവസ്ഥയായി പോയി കിടന്നറിയുന്നത്. ഏത് ഫാൻസ് ആയിരുന്നാലും നല്ല പടത്തിന് നല്ലതെന്ന് പറയുന്നു മനസ്സിലാവുന്ന. മമ്മൂട്ടിക്ക് ഈ പടത്തിന് ഒരിക്കലും ആവശ്യമൊന്നല്ല. പടം പോരാ. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വരണ്ട. നമുക്ക് ഒരു ജസ്റ്റ് പിള്ളേർക്ക് ഒരു ഫണ്ണി എന്ന നിലയിൽ ഒന്ന് കാണാനേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും തന്നെ ഇല്ല. ഒരു സർപ്രൈസ് എലമെന്റും ഇല്ല. കാരണം എന്താ പറയുക, നമ്മൾ എക്സ്പെക്ടേഷനെ കാണുന്ന ഒരുപാട് എക്സ്പെക്ടേഷൻ എന്നറിയാവോ നമ്മൾ അംഗീകരിക്കുന്നു. മലയാള സിനിമയിലെ മഹാനടനാണ് മമ്മൂക്ക. അദ്ദേഹത്തിനൊന്നും ഈ ഒരു സിനിമയിൽ ഗസ്റ്റ് റോളായിട്ട് വരേണ്ട ഒരു കാര്യമില്ലെന്ന് തന്നെയാണ് വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണ്. കോമഡി ഉണ്ട്, മൊത്തം ഫൈറ്റാണ്. ഒരു 90s 2K തുടക്കമുള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു പടം മൊത്തത്തിൽ എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നല്ല എന്ന് വെച്ചാൽ ഈ 90s 20s കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ട് സ്കൂളിൽ കാണിക്കുന്നതും ഗുസ്തിപരമായിട്ടും. എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു സ്പോർട്സ് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു പടം ഇറക്കിയിട്ടുണ്ട്. നല്ല പടം. ക്ലൈമാക്സിന് ഒരു 20 മിനിറ്റ്സ് വൺ പൊളിയാണ്. ക്യാമിയോ ഒരു വലിയൊരു ക്യാമിയോ തന്നെ ഉണ്ട്. കണ്ടിട്ട്